പേര് വിനീത. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകൾ കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ICUവിലായിരുന്നു ആദ്യം. മകൾക്ക് തലച്ചോറിൽ ഇൻഫെക്ഷനായിരുന്നു. മകളുടെ കോമ സ്റ്റേജൊക്കെ ആയിരുന്നു. ഓർമ്മയൊന്നും നേരെ കിട്ടുന്നില്ല. അങ്ങനെയായി മോൾ നേരെ ICUവിലോട്ട് പോയി. അതുവരെ ഒരു കുഴപ്പവും ഇല്ല, അതിന് മുന്നേ നിന്നും ഒരു കുഴപ്പമില്ല നിൽക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ 2023 മെയ് മാസത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതുക്കി വരികയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചു. മോക്ക് സുഖമില്ലാതെ കിടന്ന സമയത്തൊക്കെ പ്രാർത്ഥനയിലൂടെയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മോക്ക് ആദ്യം MRI സ്കാൻ ചെയ്തപ്പോൾ ആദ്യമായി CT സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഡോക്ടർമാരെല്ലാവരും ഒരുപോലെ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത് 3 ദിവസം കഴിഞ്ഞിട്ടൊരു CT സ്കാൻ എടുത്തതിൻ്റെ ഫലമായി മോളുടെ തലച്ചോറിലുള്ള ഇൻഫെക്ഷൻ എല്ലാം മാറി ഒരു അണുബാധയും ഇല്ലയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുപോലെ പിന്നെ അത് പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നട്ടെല്ലിൽ കുത്തിയുള്ള ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷവും ഒരു അണുബാധയും മോക്കില്ല എന്നും ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. അതിനുശേഷം മോൾ ഒരു അസുഖവും ഇല്ല എന്നുള്ള രീതിക്ക് അവർ നമ്മളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഈശോയും മാതാവും ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നേർന്നിട്ടുള്ളതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി കാശ് രൂപ എപ്പോഴും കയ്യിൽ കാണും. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് മേടിക്കുന്ന പത്രം ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊടുക്കും, അതുപോലെ പരിചയക്കാർക്ക് കൊടുക്കും. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഒരുപാട് പേരും പോസിറ്റീവായിട്ടാണ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കാറുമുണ്ട്. പിന്നെ ചിലരൊക്കെ അത് ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് ഉള്ളത് കാണും. അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറില്ല. നോക്കി ഇത് അവർ വായിച്ച് അവരിതിലൂടെ പ്രാർത്ഥിക്കുമെന്നുള്ള ഉറപ്പുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് കൊടുക്കും, അതുപോലെ തന്നെയാണ് പറഞ്ഞും കൊടുക്കും. ഇത് നശിപ്പിക്കരുത്, സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, മാതാവിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ, ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുന്നേ ഒരുപാട് ദേഷ്യമൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ദേഷ്യങ്ങളെല്ലാം കുറഞ്ഞു, കൺട്രോളിലായി. അതുപോലെ തന്നെയാണ് എല്ലാവരോടും ക്ഷമയോടും ശാന്തതയോടും സംസാരിക്കാനൊക്കെ എനിക്ക് അതിന് ശേഷമാണ് പറ്റിയത്. ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്.